കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ ഭാഗങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത്. ഇന്നും ആ 4 സുവിശേഷങ്ങളിൽ തന്നെ നിൽക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 4 സുവിശേഷങ്ങളും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ അവതരിക്കുമ്പോൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, യഹൂദന്മാരുടെ ഇടയിൽ കർത്താവ് ജനിക്കുമ്പോൾ തന്റെ ജനനത്തെക്കുറിച്ചും അവരുടെ ഇടയിലുള്ള ശുശ്രൂഷയെക്കുറിച്ചും മരണ അടക്ക പുനരുദ്ധാനത്തെക്കുറിച്ചും വിവരിച്ചിരിക്കുന്ന, അതിന്റെ അക്കൗണ്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിമഹത്തായ 4 ബുക്കുകളാണ്. അത് ദൈവശ്വാസീയമാണ്, ദൈവത്താൽ നിയോഗിതമാണ്. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷയും കർത്താവ് ജനിക്കുന്നതും യഹൂദന്മാരുടെ ഇടയിലും യഹൂദന്മാരോടുള്ള വാഗ്ദത്ത പ്രകാരവും അവരുടെ സ്വർഗരാജ്യ പ്രവേശനത്തിനായുള്ള ഒരുക്കവുമായിട്ടാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. കർത്താവ് ലോകത്തിൽ അവതരിക്കുന്നത് അവരുടെ ഇടയിലാണെന്നുള്ളത് ബൈബിളിൽ അനേക ഇടങ്ങളിൽ പ്രോഗ്രസീവായിട്ട് അതിന്റെ തെളിവുകൾ നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ കഴിയും. ഒത്തിരി റെഫറൻസ് ഞാൻ എടുക്കുന്നില്ല, എല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ബുക്കുകളും നിങ്ങൾക്ക് അറിയാവുന്ന റെഫറൻസുകളുമാണെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം അവിടെ പറയാണ്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ആരായി സ്വന്തമായത്? യഹൂദ ജനത്തിനെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാണ്. യഹോവ ദൈവമായി അവൻ അവകാശമായ ജനമായിട്ട് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നതും വാഗ്ദത്ത പ്രകാരം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതുമായ ദൈവജനമാണ്. അവരോടാണ് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ചെയ്ത് പിതാക്കന്മാരെ അയച്ച്, പ്രവാചകന്മാരെ അയച്ച് ദൈവിക പദ്ധതികളും ദൈവരാജ്യ പ്രവേശനവും ഒക്കെ അവർക്ക് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു അവതരിക്കുകയാണ്. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വിദ്വാൻമാര്, കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാര് പറയുന്നത്, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? പ്രവചന പുസ്തകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് യഹൂദന്മാരുടെ രാജാവായിട്ട് വരുന്നതിനെ കുറിച്ചും യഹൂദന്മാരുടെ ഇടയിൽ അവതരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മശിഹ, അവരുടെ ഇടയിൽ വാഗ്ദത്ത മശിഹ വരുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. യിരെമ്യാ പ്രവചനം 23-ാമത്തെ അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. ദാവീദ് ഗോത്രത്തിൽ ഈശായിയുടെ കുറ്റിയിൽ അവരെ നീതിയോട് ഭരിക്കേണ്ടതിന് ഞാൻ ദാവീദിന്റെ കുലത്തിൽ നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരുമെന്ന് പറയുക. കർത്താവ് ലോകത്തിൽ അവതരിച്ചതിന് ശേഷം കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ കർത്താവ് സ്വന്തം വായ്മൊഴിയാൽ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ലാതെ അയച്ചിട്ടില്ല. ഉലകത്തിലുള്ള മുഴുവൻ ജനത്തോടും ഒരു പ്രത്യേക സുവിശേഷം അറിയിക്കുന്ന പദ്ധതിയുമായിട്ടല്ല കർത്താവിന്റെ ഉലകത്തിലെ ജനനം അല്ലെങ്കിൽ ഉലകത്തിലെ ശുശ്രൂഷ. ആ ശുശ്രൂഷയുടെ അക്കൗണ്ട് പറഞ്ഞിരിക്കുന്ന ബുക്കുകളാണ് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ പുസ്തകങ്ങൾ. ഇവിടെ നമുക്ക് കാണാം, പിലാത്തോസ് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. കർത്താവിന്റെ ക്രൂശിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്ന മേലെഴുത്താണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യമാണ്, കർത്താവ് ഉലകത്തിൽ വന്നത് യഹൂദന്മാരുടെ ഇടയിലും അവരോടുള്ള സ്വർഗരാജ്യം അവരോട് പ്രസിദ്ധമാക്കുന്നതിനും, അതിൽ ആര് കടക്കും ആര് കടക്കത്തില്ല, അതിൽ കടക്കാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഒരുങ്ങുവാൻ അവരോട് പ്രസംഗിക്കുന്ന, മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്ന ദൈവിക പദ്ധതിയുമായിട്ടാണ് കർത്താവ് ലോകത്തിൽ വരുന്നത്. അതാണ് അവരോട് പ്രസംഗിച്ചിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് ഉലകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി പ്രസിദ്ധമാക്കാനായിട്ട് അവരെ അയക്കുന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. എല്ലാ ജാതീയ ദേശത്തും പോയി ചിതറിപ്പാർക്കുന്ന യഹൂദനോട് അത് പ്രസിദ്ധമാക്കുവാനായിട്ട് ദൈവം അത് കൽപ്പനയായിട്ട്, ഗ്രേറ്റ് കമ്മീഷനായിട്ട് അവരെ ഏൽപ്പിക്കുന്നുണ്ട്. എങ്കിലും ഉലകത്തിലുള്ള എല്ലാ ജാതികളും രക്ഷിക്കപ്പെടുന്ന പദ്ധതി അല്ല അവിടെ പറയുന്നത്. മറിച്ച് യഹൂദനോടുള്ള പ്രത്യേക വാഗ്ദത്തം, പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരാണ് വാഗ്ദത്ത ജനം. ഒരു വാക്യം കാണിക്കാം, ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ പറയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി, അവരോട് പറഞ്ഞിരിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, മോശയാൽ എഴുതി കൊടുത്തിരിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങളിലെ 5-ാമത്തെ പുസ്തകം. അവരോട് പറയാൻ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക സമ്പത്താണ് ദൈവജനമാണ്. അവര് സകല ജാതികളിൽ നിന്നും ദൈവം അവരെ വേർതിരിച്ചെടുത്തിരിക്കുക. അയ്യോ,
അപ്പൊ പിന്നെ നമ്മൾ ജാതികളായിട്ടുള്ളവർക്ക് നമുക്കൊന്നും പറഞ്ഞിട്ടില്ലേ? സി, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ഏകദേശം നോഹയുടെ കാലത്തിന് ശേഷം ദൈവം ഈ ഉലകത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞിട്ട് നോഹയ്ക്ക് ശേഷം ഒരു പുതിയ തലമുറ ഉത്ഭവിക്കുക. ആ നോഹയുടെ തലമുറയിൽ തന്നെ മൂന്നാമത്തെ തലമുറ ഏകദേശം കൂശിന്റെ മകനായ നിമ്രോദിന്റെ കാലം മുതലേ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട്, തെറ്റിപ്പോകുവാനായിട്ടും ദൈവ ആരാധനയിൽ അകപ്പെട്ടു പോകുവാനുമായിട്ട് ഇടയായി. അതിനുശേഷം ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരിക. അതിനുശേഷം അബ്രഹാമിൽ കൂടെ ദൈവം ഒരു ദൈവിക പദ്ധതി നിറവേറ്റുക. നിങ്ങൾ ഈ അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പേ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയവരാ, അകന്നു പോയവരാ. ദൈവം അറയ്ക്കുന്ന ജനം, വെറുക്കുന്ന ജനം എന്ന് പറയത്തക്ക രീതിയിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാ. അവരുടെ ഇടയിൽ നിന്നാണ് ദൈവം അബ്രഹാം എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നതും തന്റെ വാഗ്ദത്ത സന്തതിയിൽ കൂടി ദൈവിക പദ്ധതി, വാഗ്ദത്ത പദ്ധതി അതിൽ കൂടെ നിറവേറ്റുക. ഇതിൽ താങ്കൾക്ക് പങ്കു പറയാൻ കഴിയത്തില്ല. അക്കാലത്ത് താങ്കൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരാ. എഫേസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം പെട്ടെന്നൊന്ന് കാണിച്ചോട്ടെ. ഞാൻ സാധാരണ പറയാറുള്ള വാക്യമാണെങ്കിലും ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് കാണിക്കുവാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. ഞാൻ എഫേസ്യ ലേഖനം, എന്നെ ശ്രദ്ധിക്കുന്നവര് ആരെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എഫേസ്യ ലേഖനം ഇത് കണ്ടില്ലേ, ഇവിടെ പറയുന്നത് കണ്ടില്ലേ, 2-ാം അധ്യായം 12-ാം വാക്യം. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു സംബന്ധവുമില്ല. വളരെ വ്യക്തമായി വാക്യം. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ, അത് അവരോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, അതിന് നിങ്ങൾ അന്യരാണ്. അത് നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല, പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. At that time you were without Christ, being aliens from the commonwealth of Israel and strangers from the covenants of promise, having no hope and without God in the world. ഈ ലോകത്തിൽ നിങ്ങൾക്ക് യഹൂദന്റെ പങ്ക് പറ്റാൻ കഴിയത്തില്ല. ഇതൊരു വാസ്തവമാണ്. നിങ്ങൾക്ക് അത് എന്ന് ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങളുടെ മനസ്സ് തുറക്കുമോ അന്ന് നിങ്ങൾ ശരിക്കും ക്രിസ്തീയ മാർഗം മനസ്സിലായി തുടങ്ങും. യഹൂദിയ പദ്ധതി അല്ല ക്രിസ്തീയ പദ്ധതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഉപദേശങ്ങൾ അല്ല ക്രിസ്തീയ രക്ഷാ പദ്ധതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അങ്ങനെ പറയുമ്പോൾ ആ പുസ്തകത്തെ ഒരിക്കലും കുറച്ച് കാണരുത്. അതിന്റെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം വീഴുന്നു. അഖിലാണ്ടത്തിന്റെ ഉടയവനായ കർത്താവ് ലോകത്തിൽ വന്ന് ഈ ഉലകത്തിൽ, ഈ മണ്ണിൽ നടന്ന് സ്വർഗരാജ്യം പ്രസംഗിച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി യാഗമായി ഇവിടെ നിന്നും മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്. എന്നാൽ ഇവിടെ കർത്താവ് വന്നത് യഹൂദന്റെ ഇടയിലും യഹൂദനോടുള്ള രക്ഷ, അവരുടെ കിങ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യം എന്ന ദൈവിക പദ്ധതി പ്രസിദ്ധമാക്കുവാനുമാണ് എന്നൊരു സത്യം നിങ്ങൾ മറന്നു പോകരുത്. അത് യഹൂദനോടുള്ള ബന്ധത്തിൽ അവരുടെ രക്ഷയെ ഉറപ്പിക്കുന്നതും വേണ്ടുന്ന ക്രമീകരണങ്ങൾ വരുത്തി രക്ഷിക്കപ്പെടുവാനുള്ള ആ കിങ്ഡം ഉപദേശം, അല്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സുവിശേഷം അവരോട് പറഞ്ഞിരിക്കുന്നതുമായ 4 പുസ്തകങ്ങളാണ്. അത് അതിമഹത്തായ 4 പുസ്തകങ്ങളാണ്. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ അറിവിനായിട്ടും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടും നമ്മുടെ നീതിയിലെ അഭ്യസനത്തിനായിട്ടും ഒക്കെ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളൊന്നൊഴികെ അത് നമ്മുടെ രക്ഷാമാർഗം ഡയറക്റ്റായിട്ട് നാം എങ്ങനെ രക്ഷിക്കപ്പെടുന്നു, നമുക്ക് എങ്ങനെ രക്ഷ ലഭ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളെ അല്ല. ഒരു പക്ഷെങ്കിൽ താങ്കൾക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. കഴിഞ്ഞ 2000 വർഷമായിട്ട് ലോകം ഇതാണ് പഠിപ്പിച്ചു വരുന്നത്. നമ്മുടെ ചെറുപ്പം മുതലേ നാം കാറ്റക്കിസം, സൺഡേ സ്കൂൾ ഒക്കെ മുതലേ പഠിച്ചു വരുന്നത് ഈ 4 സുവിശേഷ ഭാഗങ്ങളിലാണ് നാം രക്ഷിക്കപ്പെടുന്നതെന്നാണ്. എന്നാൽ ഇന്ന് ലോകത്തിലെ ക്രിസൻഡത്തിന്റെ ഇടയിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ബ്ലണ്ടർ ആണത്. ഈ 4 സുവിശേഷങ്ങളിലാണ് താങ്കൾ രക്ഷിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ വിചാരിച്ച് നിന്നാൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷിക്കപ്പെടത്തില്ല. നിങ്ങൾ വളരെ ദയനീയമായിട്ട് കൈവിടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകങ്ങളിൽ കൂടി അല്ല നിങ്ങളുടെ രക്ഷ, യഥാർത്ഥമായിട്ട് എന്താണ് ക്രിസ്തീയ മാർഗമെന്ന് നിങ്ങളുടെ ഇടയിലേക്കൊന്ന് നിങ്ങളെ എടുത്ത് കാണിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യഹൂദനെ വിളിച്ച വിളി വേറെയാണ്, അവരുടെ പദ്ധതി വേറെയാണ്. ക്രിസ്ത്യാനിയെ വിളിച്ചിരിക്കുന്ന വിളി വേറെയാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ എന്ന പദ്ധതി വേറെയാണ്. കാക്ക കുളിച്ചാൽ കൊക്ക ആകത്തില്ല എന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുമാതിരി താങ്കളെ എത്ര സ്നാനപ്പെടുത്തിയാലും, താങ്കളെ എത്ര കുളിപ്പിച്ചാലും, എത്ര വെള്ളത്തിൽ മുക്കിയെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ യഹൂദിയ പദ്ധതിക്ക് ഭാഗവാക്കാകത്തില്ല. ക്രിസ്ത്യാനി യഹൂദനായിട്ട് പരിണമിക്കത്തില്ല. ക്രിസ്തീയ മാർഗം ക്രിസ്തീയ മാർഗമാണ്. അതിന് ഒരു വിളിയുണ്ട്, ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അതിൻ്റെ ഒരു പ്രത്യാശയുണ്ട്, അതിൻ്റെ ഒരു പ്രോമിസ് ഉണ്ട്. അതല്ല യഹൂദിയ മാർഗം.
ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചില്ല, യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ദാരുണമായിട്ട് കൈവിടപ്പെട്ടു പോകുന്നതിനിടയായി തീരും. ഇന്ന് ഈ 4 സുവിശേഷ ഭാഗങ്ങളിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും നിങ്ങൾക്ക് നമ്മുടെ രക്ഷയ്ക്കായുള്ള കർത്താവിന്റെ മരണമോ പ്രായശ്ചിത്ത യാഗമോ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹത്വമോ അതിലൂടെ തുറക്കപ്പെട്ട സ്വർഗീയ പദ്ധതിയോ ഒന്നും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഈ 4 സുവിശേഷങ്ങളിലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. അപ്പോൾ തന്നെ അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ ന്യായപ്രമാണത്തെക്കുറിച്ചും അവരുടെ പൗരോഹിത്യത്തെക്കുറിച്ചും അവരുടെ സ്വർഗരാജ്യ പ്രവേശനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നതും അവർക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള 4 ബുക്കുകളാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റെലവൻ്റ് ആണ്. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവിക പ്രമാണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ള ഡയറക്റ്റ് ഉപദേശങ്ങളല്ല, മറിച്ച് ബുദ്ധി ഉപദേശത്തിനായിട്ട് പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിലും ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അത് കേൾക്കാത്തവർ അത് ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കുറെ കൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായിട്ട് ക്രൂശ് പ്രസംഗിച്ചിരുന്നു എന്നൊരു എപ്പിസോഡാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തത്. അത് കേൾക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ട് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നുള്ള 4 സുവിശേഷങ്ങൾ നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളല്ല എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത്. കർത്താവിന്റെ മടങ്ങി വരവിനോട് ഉള്ള ബന്ധത്തിൽ തന്നോടൊപ്പം നടന്നിരുന്ന 12 ശിഷ്യന്മാര്, അവർ 12 സിംഹാസനത്തിലിരുന്ന് 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കേണ്ടുന്ന 12 അപ്പോസ്തലന്മാരാണ്. കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങളും അത് എന്നായിരിക്കും അതിന്റെ സമയവും ഒക്കെ വിവരിക്കുന്ന അധ്യായങ്ങളാണ് ഇത്. ഈ 4 പുസ്തകങ്ങളുടെയും അവസാന ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മത്തായി 24-ാമത്തെ അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ചിന്താവിഷയം. ഈ 24-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ഒരു പ്രതിപാദ്യവുമില്ല. മറിച്ച് ഈ 12 ഗോത്രങ്ങളെയും 12 സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന 12 അപ്പോസ്തലന്മാര് ആ കർത്താവിന്റെ മടങ്ങി വരവിന്റെയും ഈ അന്ത്യകാലത്തിന്റെയും ലക്ഷണങ്ങൾ എന്താണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യായമായി 24-ാമത്തെ അധ്യായം. കർത്താവ് യെരുശലേം ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യ വൃന്ദത്തെയും ശാസ്ത്രിമാരെയും പരീശന്മാരെയും ഒക്കെ ശാസിച്ച ശേഷം ആലയത്തിന്റെ കിഴക്കേ വാതിലിലൂടെ ഒലിവ് മലയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഈ അധ്യായം പറഞ്ഞിരിക്കുന്ന രംഗം. മത്തായി 24 എന്നൊരു അധ്യായത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. കാര്യം ഈ അധ്യായങ്ങളോ ഈ പുസ്തകങ്ങളോ ഒന്നും ക്രിസ്തീയ മാർഗം അല്ലെങ്കിൽ ഡയറക്റ്റ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയുടെ ഉപദേശങ്ങളല്ല, മറിച്ച് ഇത് നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതും യഹൂദനായിട്ടുള്ള ബന്ധത്തിൽ വളരെ പരമാർത്ഥമായിട്ടുള്ള ഉപദേശങ്ങളുമാണ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. എസെക്കിയേൽ പ്രവചനം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗം പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്ര ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എസെക്കിയേൽ പ്രവചനത്തിൽ ദൈവത്തിന്റെ തേജസ് അതിപരിശുദ്ധ സ്ഥലത്തു നിന്നും പരിശുദ്ധ സ്ഥലത്തുകൂടി പ്രാകാരത്തിന്റെ കിഴക്കേ വാതിൽ വഴിയായി ദൈവാലയത്തിന്റെ കിഴക്കേ ഗോപുരവാതിൽ വഴിയായി പുറത്ത് കിടക്കുന്നതായിട്ടും ഒലിവ് മലയിലേക്ക് പോകുന്നതും, അങ്ങനെ ദൈവിക മഹത്വം യെരുശലേം ദേവാലയത്തിൽ നിന്നും ഒക്കെ ഇറങ്ങി പോകുന്നതായിട്ടും ഒലിവ് മലയിലേക്ക് പോയി അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസെക്കിയേൽ പ്രവചനം 9, 10 ഒക്കെ അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ രീതിയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മ്ലേച്ഛതകൾ കണ്ട്, ഈ എസെക്കിയേൽ പ്രവചനത്തിലും ദൈവിക തേജസ് യെരുശലേം വിട്ടു പോകാൻ കാരണം അവരുടെ മ്ലേച്ഛതകൾ നിമിത്തമാണ്. ഇവിടെ ഇവരുടെ മ്ലേച്ഛതകൾ കണ്ട് അവരെ ശാസിച്ച ശേഷം കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നും പരിശുദ്ധ സ്ഥലത്ത് നിന്നും പ്രാകാരത്തിൽ കൂടി ആ കിഴക്കേ വാതിൽ വഴിയായി ഒലിവ് മലയിലേക്ക് പോകുന്ന ഒരു രംഗമാണ് ഈ മത്തായിയുടെ 24 എന്ന് പറയുന്നത്. അതിന്റെ 23-ാമത്തെ അധ്യായത്തിലാണ് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് കർത്താവ് വെളിയിൽ ഇറങ്ങി ഒലിവ് മലയിലേക്ക് നടക്കുമ്പോൾ 12 ശിഷ്യന്മാർ കർത്താവിനെ ആലയത്തിന്റെ പണി കാണിക്കുകയും ആ പൊക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു രംഗമാണ്, കർത്താവെ നിന്റെ വരവിനും ലോക അവസാനത്തിനും ലക്ഷണങ്ങൾ എന്താണ് എന്ന് പറയുമ്പോൾ കർത്താവ് അതിന് മറുപടി പറയുന്ന ഒരു രംഗമാണ് ഈ മത്തായി 24
24 എന്ന് പറയുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ 23 മുതൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഞാൻ അത്രമാത്രം വായിക്കുന്നില്ല, കാര്യം അത്രമാത്രം സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ സമയം ദൈർഘ്യമാകുന്നതുകൊണ്ട് ഞാൻ അത്രമാത്രം വായിക്കുന്നില്ല. എന്നാലും 23-ാം അധ്യായം 29 മുതൽ നിങ്ങൾ വായിച്ചു തുടങ്ങണം, അവസാനം വരെ വായിക്കണം. ഞാൻ അതിന്റെ അവസാനത്തെ 3 വാക്യങ്ങൾ മാത്രം വായിക്കാം, അതായത് 37 മുതലുള്ള വാക്യങ്ങൾ മാത്രം വായിക്കാം. അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലേ, അവിടെ പറയുകയാണ്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവ് അവരുടെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ ആലയത്തിനകത്ത് വെച്ച് അവരോട് സംസാരിക്കുന്ന രംഗമാണ്. യെരൂശലേമേ യെരൂശലേമേ. യെരൂശലേം ആസ് എ ഹോൾ ആണ് അവരുടെ രക്ഷ, അല്ല ഒരു മനുഷ്യനോടോ 2 മനുഷ്യനോടോ പറയുന്ന കാര്യമല്ല. ആ ഒരു ദേശത്തിനോടും ആ ഒരു വാഗ്ദത്ത പദ്ധതിയാണ്. അവരോട് പറയുകയാണ്, നിങ്ങളെ ചേർപ്പാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. അടുത്ത വാക്യം, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും, യഹൂദ ശൂന്യമായി തീരും എന്ന് പറയുക. കർത്താവായി പറയുന്നത് അതിന് പറയാണ്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ പറഞ്ഞ് കർത്താവ് യെരൂശലേം ദേവാലയത്തിൽ നിന്നും അതിന്റെ കിഴക്കേ വാതിൽ വഴിയായി വെളിയിലിറങ്ങി ഒലിവ് മലയിലേക്ക് പോകുക. കിഴക്കേ വാതിൽ നോക്കിക്കഴിഞ്ഞാൽ 1 മൈൽ ദൂരത്തിനപ്പുറം കാണുന്നത് ഒലിവ് മലയാണ്. ആ ഒലിവ് മലയിലേക്ക് പോവുകയാണ്. ആ ഒലിവ് മലയിൽ വെച്ച് നടക്കുന്ന സംഭാഷണമാണ് അടുത്ത അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത്, 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ 24-ാം അധ്യായത്തിന്റെ ഓരോ വാക്യങ്ങൾ കാണിച്ച് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് പോകുന്നത്. ഇവിടെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനത്തോട്, അതായത് ഉടമ്പടിയുടെ മക്കളോട് ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും നമ്മളുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുത്തുവാൻ കഴിയുന്നതോ നമ്മുടെ ഇടയിൽ നിറവേറാൻ പോകുന്നതോ ആയ കാര്യങ്ങളെ അല്ല. മത്തായി 24-ൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. എന്തിനാണ് ആ അധ്യായം ഞാൻ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ കണ്ണിന് പെട്ടെന്ന് നിങ്ങൾക്ക് അത് പറയുന്നത് മനസ്സിലാക്കും. അതൊന്നും മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ബന്ധത്തിൽ മുന്നോട്ടും പുറകോട്ടും ഒക്കെയുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കണം. ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണോ അതോ യഹൂദനോട് പറഞ്ഞിരിക്കുന്നതാണോ? ഇവിടെ ഇവിടെ ഒരു പക്ഷെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നടന്നെന്ന് വരാം. ജാതിയോടും രാജ്യത്തോടും ക്രുദ്ധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ കേൾക്കും. ഇതൊക്കെ അവരോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ബട്ട് യു ഹാപ്പൻ ടു ബി ഹിയർ. അതുകൊണ്ട് നമ്മൾ അതിൽ ചിലതൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ശരിയാണെങ്കിൽ നമ്മൾ അതിന്റെ ഡയറക്റ്റ് റെസിപ്പിയന്റ് അല്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നതോ നമ്മളെ ഉദ്ദേശിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അല്ല. പക്ഷേ നിങ്ങൾ അതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ ഇവിടെ ഉള്ളത് കാരണം അന്ന് നടക്കാനിരിക്കുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി സ്റ്റേജ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ പലതും കാണുമെന്നുള്ളത് ശരിയാ. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് താങ്കളോട് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. ഇവിടെ മത്തായി 24-ലെ ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ അത് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കാം. ഞാനിത് പറഞ്ഞു തരാനുള്ള എൻ്റെ കഴിവ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് എന്തോ ഒരു പ്രത്യേക പ്രസ്ഥാനം സ്ഥാപിക്കാനല്ല ഞാൻ ഈ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കാൻ, നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുക. ഇത് LIC മാതിരി നമ്മൾ ചത്തു കഴിഞ്ഞാൽ കാശ് കിട്ടുന്ന ഒരു പദ്ധതിയല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോട്ടറി അടിക്കുന്ന പദ്ധതിയല്ല. ഇത് സ്വർഗത്തിൽ പോകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഇനി അതല്ല താല്പര്യം, പാരമ്പര്യത്തിലാണ് താങ്കൾക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിൽക്കാം, യാതൊരു പ്രയാസവുമില്ല. 24-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ കാണിച്ച് ഞാൻ എൻ്റെ ആർഗ്യുമെന്റ് ഞാൻ ഈ ഡിസ്പെൻസേഷണൽ ടീച്ചിങ്സ് എന്താണ് അതിലെ സത്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്. 24-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചു തുടങ്ങാം. ആദ്യം മുതലേ വായിക്കേണ്ടതാണ്. ഞാൻ അത്രയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അതിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് കാണിക്കാം. ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുമാതിരിപ്പെട്ട ദൈവസ്നേഹമുള്ളവർക്കും ദൈവഭയമുള്ളവർക്കും ഇത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ഇനി അതിനെക്കാട്ടിലൊക്കെ വലുത് ഞങ്ങളുടെ പ്രസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തലേ കൂടെ ഒഴിച്ചെന്ന് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അവരെ ഞാൻ വിട്ടിരിക്കുകയാണ്. മനസ്സിലാക്കാൻ ദൈവം ഹൃദയം തുറക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. അതിന്റെ 13-ാമത്തെ വാക്യം പറയുക, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ബട്ട് ഹി ദാറ്റ് ഷാൽ എൻഡ്യൂർ അൺടു ദി എൻഡ് ദ സെയിം ഷാൽ ബി സേവ്ഡ്. ഇത് ആരോട് പറഞ്ഞിരിക്കുന്നത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ആരോട് പറഞ്ഞിരിക്കുന്നത്? താങ്കളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യം താങ്കളോടുള്ള ബന്ധത്തിൽ യോജിക്കത്തേയില്ല. കാരണം ഇത് അവസാനത്തോളം സഹിച്ചു പിടിച്ചു നിന്ന ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നുപോയി
രക്ഷിക്കപ്പെടുന്ന ഒരു ജനത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം അന്ത്യകാലം ആരംഭിക്കുക. ആ അന്ത്യകാലത്തിന്റെ ആ 7 വർഷം അതിന്റെ പ്രാരംഭത്തിൽ പെന്തക്കോസ്ത് നാൾ ആരംഭിക്കുകയും അതിൽ കൂടെ അവർ കടന്നു പോകാനുള്ള പരിശുദ്ധാത്മ ശക്തി അവരുടെ മേൽ പകരുകയുമാണ്. ആ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കൂടി അവർ കടന്നു പോകണം. അതിൽ അനുഭവിക്കാൻ പോകുന്നത് ഭയങ്കര പ്രയാസങ്ങളും പ്രശ്നങ്ങളും. നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചാൽ കാണാം. ആ കാലഘട്ടത്തിൽ കൂടി അവർ നടന്ന് ഉലകം മുഴുവൻ ഈ സുവിശേഷം അറിയിക്കണം. നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതീയ ദേശത്തും പോയി അവരെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള ഉപദേശമാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. ആ അടുത്ത 7 വർഷം ഒരു ട്രിബുലേഷൻ പീരീഡ്. അതിന്റെ അവസാനത്തിൽ കർത്താവ് മടങ്ങി വരിക. അത്ര ഇമിനന്റ് ആയിട്ട് നടക്കേണ്ടതും അത്ര അഷ്വേർഡ് ആയിട്ട് നടക്കേണ്ട ഒരു പദ്ധതി കർത്താവ് വായ്മൊഴിയാൽ പറഞ്ഞിട്ട് പോവുക. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ അവരുടെ ദൂഷണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനെ എതിരായിട്ട് അവർ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ആ വാഗ്ദത്ത പദ്ധതിയും അവരുടെ ആ രക്ഷാ പദ്ധതിയും ഹോൾഡ് ചെയ്യുക. യഹൂദൻ വാഗ്ദത്ത പദ്ധതിയിൽ നിന്നും വീണു പോവുക. ഒരു താൽക്കാലത്തേക്ക് ദൈവം ആ പദ്ധതി ഹോൾഡ് ചെയ്യുകയും ഇവിടെ പുതിയ ഒരു കാലഘട്ടം ആരംഭിക്കുകയും ഇതിനെയാ കൃപായുഗം എന്ന് പറയുന്നത്. ആ കൃപായുഗത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ പദ്ധതികളൊക്കെ തീരേണ്ടുന്നതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അവസാനത്തോളം പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ കാലഘട്ടത്തിൽ കടന്നു പോകാൻ പോകുന്ന ആ കാലത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവർ നിത്യശിക്ഷാവധിയിൽ അകപ്പെടും. അവർ പാമ്പിനെയും തേളിനെയും ഒക്കെ പിടിച്ചെടുക്കും. മരണകരമായ പലതും കുടിച്ചാൽ അവർക്ക് ഹാനി വരത്തില്ല. അതുപോലുള്ള സംഭവങ്ങളിലേക്ക് അവർ കടക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ദ ഹോൾ പ്രോഗ്രാം കെയിം ടു എ ഹാൾട്ട്. അതങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിനെ പുനഃസ്ഥാപിക്കുന്ന ഒരു കാലം വരും. നാം ഇവിടുന്ന് പോയതിനു ശേഷം ഇതിന്റെ ശേഷം നടക്കുന്ന ആ ഒരു പീരീഡാണ് കൃപായുഗം, അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കർത്താവിന്റെ കരുണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലം. അവിടെ തന്നിരിക്കുന്ന സുവിശേഷവും അതിന് മുമ്പും പിൻപും പറഞ്ഞിരിക്കുന്ന സുവിശേഷവുമായിട്ട് നിങ്ങൾ കൂട്ടിക്കലർത്തി കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് അറിയാതെ പോകും. ഇവിടെ എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത് നമുക്ക് ചേരുന്നതോ നമ്മുടെ ഉപദേശവുമായിട്ട് മാച്ച് ആയി പോകുന്നതുമായിട്ടുള്ള കാര്യമല്ല. ഇത് യഹൂദനോടുള്ള കാര്യത്തിൽ കറക്റ്റാണ്. കാരണം ഇന്ന് അവസാനത്തോളം പിടിച്ചു നിന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലല്ല നമ്മളായിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം വിശ്വസിക്കുമ്പോൾ തന്നെ രക്ഷിക്കപ്പെടുന്ന ഒരു രക്ഷാ പദ്ധതിയാണ് ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നവരാകുകയും നിങ്ങളെ ഓൾറെഡി ആ ഒരു പദ്ധതിയിലാക്കി വെച്ചിരിക്കുക. നിങ്ങൾ കർത്താവിന്റെ കാൽവറി രക്തത്തിൽ കൂടി വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഇൻസ്റ്റന്റ്ലി രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതിയായത്. ഇത് ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നുപോയി പിടിച്ചു നിന്ന് രക്ഷിക്കപ്പെടുന്ന യഹൂദന്റെ മാതിരി ഒരു പദ്ധതി അല്ല ഈ കൃപാ കാലഘട്ടത്തിലെ രക്ഷാ പദ്ധതി. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് ട്രിബുലേഷൻ എൻഡ്യൂറൻസിൽ കൂടിയല്ല, മറിച്ച് ട്രസ്റ്റ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ക്രോസ് ഓഫ് കാൽവറി. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണ്യ പദ്ധതിയിലെ വിശ്വാസത്താൽ, ആ ഉറപ്പിലും ആ ധൈര്യത്തിലും ആ വിശ്വാസത്തിലും ഇമ്മീഡിയറ്റ്ലി ആൻഡ് ഇൻസ്റ്റന്റ്ലി രക്ഷിക്കപ്പെടുന്ന സ്വർഗീയ പദ്ധതിയാണ്. ഇത് യഹൂദനോടുള്ള ബന്ധത്തിൽ പരമാർത്ഥമാണ്. അവർ യാക്കോബിന്റെ കഷ്ടമെന്ന ട്രിബുലേഷൻ പീരീഡിൽ കൂടി കടന്നു പോകുമെന്നുള്ളത് പ്രവാചകന്മാരുടെ കാലം മുതൽ അവരോട് പറഞ്ഞിരിക്കുന്നതും ദൈവിക പദ്ധതിയുമാണ്. ദൈവം തന്നെ പറഞ്ഞിരിക്കുക, നിങ്ങളുടെ എല്ലാത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, വെട്ടി തീരിട്ട് ചുട്ടുകളയും, വീശുമുറമുള്ളവൻ വരും. ഇതെല്ലാം പദ്ധതി വേറെയാ. അതിൽ അന്ത്യം വരെയും പിടിച്ചു നിൽക്കുന്നവർ മാത്രം രക്ഷിക്കപ്പെടും. എൻഡ്യൂറത്ത് ടിൽ ദ എൻഡ്. അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നതും നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നതുമായിട്ടുള്ള കാര്യമല്ല. നാം ഇവിടുന്ന് ചേർക്കപ്പെടുന്ന ഒരു കാലം അനധിവിദൂരമല്ലാതെ നടക്കാൻ പോവുകയാണ്. അതായത് റാപ്ചർ നടക്കാൻ പോകുക. ദൈവസഭ ഇവിടുന്ന് ചേർക്കപ്പെടാൻ പോകുക. അതിനുശേഷം യഹൂദനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. അവരെ എവിടെ വെച്ച് കൈവിട്ടോ അവിടെ മുതൽ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം അത്. ആ പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം നിമിത്തം അവർ പ്രിയന്മാരാ. എന്നാൽ കർത്താവിന്റെ ഈ കരുണാ കാലഘട്ടമുണ്ട്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ആ കാലഘട്ടം അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ യഹൂദനെ യഥാസ്ഥാനപ്പെടുന്ന പദ്ധതിയിലേക്ക് അവർ വരും. ഇന്ന് അവരെ ദൈവം കൈവിട്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് നടക്കേണ്ടിയിരുന്ന ഒരു കാലം ആയതുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം വായിക്കാം.
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളോടും പ്രസംഗിക്കണം. ഇന്ന് താങ്കൾ ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച രാജ്യം ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയിലല്ല താങ്കൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു രാജ്യവും പ്രോമിസ് ചെയ്തിട്ടില്ല. നിങ്ങള് അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന ആ രാജ്യത്തിന്റെ പ്രോമിസിന്റെ സന്തതികളല്ല. അത് അബ്രഹാമിന്റെ സന്തതിക്കും കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പദ്ധതിയാണ്. അത് ഉറപ്പിക്കാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. റോമൻ 15:8 പറയുന്നത് പിതാക്കന്മാരോടുള്ള വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന്, അതിനെ റീകൺഫേം ചെയ്യേണ്ടതിന് കർത്താവ് യഹൂദന്മാർക്ക്, പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ഈ പദ്ധതി വേറെയാ. ഇത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന, നിങ്ങൾക്ക് ഞാൻ ഒത്തിരിയും എപ്പിസോഡുകൾ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് നന്നായി അറിയാമെങ്കിൽ നിങ്ങളുടെ മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതലുള്ള ചില വാക്യങ്ങൾ ഞാനത് കാണിക്കാം. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അബ്രഹാമിനെ കിടന്നുറങ്ങി അബ്രഹാമിനെ വിളിച്ചുണർത്തി പിതാവായ ദൈവം അബ്രഹാമിനോട് പറയുക, എഴുന്നേറ്റ് കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. 5-6 വർഷത്തേക്ക് തരുമെന്നോ അല്ലെങ്കിൽ 6000 വർഷത്തേക്ക് തരുമെന്നോ, ഇറ്റ് ഈസ് ആൻ എറ്റേണൽ എവർ ലാസ്റ്റിംഗ് പൊസഷൻ. മനസ്സിലായോ? ഐ വിൽ ഗീവ് ഇറ്റ് ആൻഡ് ടു ദൈ സീഡ് ഫോർ എവർ എന്നത്തേക്കുമുള്ള ഒരു പദ്ധതിയാണ്. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. ഭൂമിയിലെ പൊടി പോലെ ആക്കും. സ്വർഗത്തിലെ നക്ഷത്രങ്ങളല്ല, അത് വേറെ ഗ്രൂപ്പാണ്. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെ എണ്ണാം. അതുപോലെ അവർക്ക് ഈ ലോകത്തിൽ ഒരു വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന, നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാൻ ഞാൻ അത് നിനക്ക് തരും. എന്തോ ഒരു അഷുറൻസ് ആയി പറയുന്നത് നോക്കി. എഴുന്നേറ്റ് നോക്കാൻ പറഞ്ഞു, നിന്റെ കണ്ണെത്തുന്ന ദൂരം മുഴുവൻ നിനക്ക് തരും. നീ കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും നടക്കാം, അത് മുഴുവൻ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഒരു എറ്റേണൽ പൊസഷൻ. ഈ രാജ്യം അവർക്ക് കൊടുക്കും. ഇതിനെ ഒരു രാജാവ് നീതിയോട് വാഴും. ദാവീദിന്റെ ഗോത്രത്തിൽ ദാവീദിന്റെ മുളയായവനെ ഞാൻ നീതിയോടെ ഇതിനെ നിത്യം വാഴുവാനായിട്ട് നിയമിക്കും. ഇതെല്ലാം ദൈവിക പദ്ധതിയാണ്. ആ ദൈവ രാജ്യത്തിന്റെ സുവിശേഷം കർത്താവ് ലോകത്തിൽ വന്ന് പ്രസംഗിക്കുക. പിതാക്കന്മാരോട് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു. ആ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഉലകത്തിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതാണ് സുവിശേഷം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു നീ എന്ന് ഞങ്ങൾ അറിയുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുക. അതിന് കർത്താവ് പറയുക, പത്രോസെ ബർ യോനാ ശീമോനെ, നിനക്ക് നിന്റെ ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തുന്ന എന്റെ സ്വർഗസ്ഥനായ പിതാവ. ഇതൊരു ഭയങ്കര സത്യമാണ്. അവരുടെ സുവിശേഷമായി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിൽ ആ വാഗ്ദത്തം അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഇതുമായിട്ട് താങ്കളുമായിട്ട് അടുക്കാൻ പറ്റത്തില്ല. യു ആർ കംപ്ലീറ്റ്ലി ഏലിയനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ. നിങ്ങൾ ഇതിന്റെ ഭാഗമല്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരുമാണ്. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമാണ്. ഇതിന് നിങ്ങൾക്ക് പങ്കുപറ്റാൻ പറ്റത്തില്ല. ഇതല്ല താങ്കളുടെ സുവിശേഷം. ഇതല്ല ക്രിസ്ത്യാനിറ്റിയുടെ ഓഫർ. ഇവിടെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു ഓഫർ അല്ല താങ്കൾക്ക് തന്നിരിക്കുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ട, നിങ്ങൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അപ്പച്ചന്മാർ പഠിപ്പിച്ചതൊക്കെ ഒന്ന് വിട്ടിട്ട് സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാനുള്ള ഓഫറായി ഈ പറയുന്നത്. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷിയായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ഇവിടെ ഈ സകല ജാതികൾ എന്നൊക്കെ പറയുന്നത് സകല ജാതീയ ദേശത്തും അവർ ചിതറിപ്പാർക്കുക. ഓസ്ട്രേലിയ മുതൽ കാനഡ വരെ ചിതറിപ്പാർക്കുക. യെരുശലേമിൽ മാത്രം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അതുകൊണ്ട് അവരെ ഉലകം മുഴുവൻ അയക്കുന്നത്, പോയി അവരോട് പ്രസംഗിക്കാൻ പറയുക. അല്ലാതെ അന്യജാതിക്ക് ധൂപം കാട്ടി റോമൻ പാഗൻ വിശ്വാസത്തിലും അന്യദേവി ദേവതമാരെ പൂജിച്ച് നിൽക്കുന്ന താങ്കളോട് പറയുന്ന സുവിശേഷമല്ല ഇത്. ഇവിടെ ഉലകം മുഴുവനും പേർവഴി ചാർത്തേണ്ടതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലകത്തിലുള്ള എല്ലാവരും വന്ന് പേർവഴി ചാർത്തേണ്ടതെന്നാണോ പറഞ്ഞേക്കുന്നത്? ഉലകം മുഴുവനും പേർവഴി ചാർത്തേണ്ടതാകുന്നു എന്ന് രാജാവിന്റെ കാലത്ത് കൽപ്പനയായി. ഉലകം മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദൻ വന്ന് പേർവഴി ചാർത്തണം, അവരുടെ സെൻസസ് എടുക്കുക. അല്ലാതെ ഉലകത്തിലുള്ള ചൈനക്കാരും ജപ്പാനീസും തെക്കേ അമേരിക്ക കിടക്കുന്ന ബ്രസീലുകാരനും എല്ലാം വന്നിട്ട് യെരുശലേമിൽ പേർവഴി ചാർത്തണം എന്നല്ല പറയുന്നത്. ഇവിടെ ഈ സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ സകല ജാതീയ ദേശത്തും അവർ ചിതറിക്കിടക്കുക. അത് അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. അവരെ ദൈവം കൂട്ടിച്ചേർക്കും. ഞാൻ പോകെ കാണിക്കും, ഇതിനകത്ത് തന്നെ കാണിക്കാം അവരെ എങ്ങനെ ദൈവം കൂട്ടിച്ചേർക്കും എന്നുള്ളത്. അവരോട് പോയി പ്രസംഗിക്കാൻ പറയുന്നൊരു കാര്യമായത്.
ഇത് രാജ്യത്തിന്റെ സുവിശേഷം പറയുന്ന കാര്യമാണ്. താങ്കൾ ഇന്ന് രാജ്യത്തിന്റെ സുവിശേഷത്തിലല്ല, മറിച്ച് കൃപയുടെ സുവിശേഷമാണ്. ഇറ്റ് ഇസ് ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് സേവ്സ് യു. ഇന്ന് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. ഈ കാലഘട്ടം വേറെയാ. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുക. 15-ാമത്തെ വാക്യം, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. നിങ്ങൾ താപ്പോട്ട് വായിച്ചാൽ കാണാം. ഇവിടെ പറയുന്നത് ദാനിയേൽ പ്രവാചകനിൽ കൂടി ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്ന് ദൈവം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ അത് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ദാനിയേൽ പ്രവചനം പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാനിയേൽ പ്രവചനം ഞാൻ കാണിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 22 വരെ മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയാണ്, അവൻ വന്ന് എന്നോട് പറഞ്ഞത് എന്തെന്നാൽ, അതായത് ദൈവം, മഹോന്നതനായ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ ദാനിയേലിന്റെ അടുക്കൽ അയച്ചിരിക്കുക. എന്തിനാ? കാര്യം ദൈവജനമാണ്. ആ ദാനിയേൽ ദൈവജനത്തിന്റെ റെപ്രസെന്റേറ്റീവാ. ബാബിലോണിൽ പ്രവാസിയായിട്ട് കഴിയുക, അടിമത്തത്തിൽ കഴിയുക. ബാബേൽ രാജാവ് പിടിച്ചോണ്ട് ബാബേൽ പ്രവാസത്തിലായിരിക്കുക. അവിടെ ആയിരിക്കുമ്പോൾ ഗബ്രിയേലിനെ ദൈവം അയച്ചിട്ട് വന്ന് ഗബ്രിയേൽ ദാവീദിനോട് പറയുക, ദാനിയേലിനോട് പറയാ, അവൻ വന്ന് എന്നോട് പറഞ്ഞു എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടത് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ നിന്റെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഇവിടെ 24, അതിക്രമത്തെ തടസ്സം ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് ദാനിയേലിനോട് പറയാ. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിക്രമത്തെ തടസ്സം ചെയ്യണം, പാപങ്ങളെ മുദ്രയിടണം, അകൃത്യത്തിന് പ്രായച്ചിത്തം വരുത്തണം, നിത്യനീതി വരുത്തണം, ദർശനവും പ്രവചനവും മുദ്രയിടണം, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കണം. തക്കവണ്ണം നിന്റെ ജനത്തിനും, അതാരാ നിന്റെ ജനം? അതാണ് ഈ ഇസ്രായേൽ ജനം. വിശുദ്ധ നഗരത്തിനും, അതേതാ വിശുദ്ധ നഗരം? അതാണ് യെരുശലേം എന്ന് പറയുന്നത്. 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളായത്. ഇതാ കർത്താവ് ഇവിടെ മത്തായി 24-ൽ റെഫർ ചെയ്യുന്നത്. അതിന്റെ 27-ാമത്തെ വാക്യം ഇവിടെ കാണിക്കാം. അവിടെ പറയാണ്, അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോട് നിയമത്തെ കഠിനമാക്കും. അതാണ് ആ അന്ത്യകാലം എന്ന് പറയുന്നത്, ആ 7 years പീരീഡ് എന്ന് പറയുന്നത്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ വരും. ഇതാണ് എതിർ ക്രിസ്തു. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇത് ആ 7 വർഷം അവസാനത്തെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റെഫറൻസ്. ഇതാണ് കർത്താവ് ഈ മത്തായി 24-ൽ കോട്ട് ചെയ്യുന്നത്. മത്തായി 24 നമ്മളിപ്പോ വായിച്ചത് 15-ാമത്തെ വാക്യമാണ്. ലെറ്റ് മീ കം ബാക്ക് ദെയർ. അവിടെ പറയാണ്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ, ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദേവാലയമാണ്. വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ എന്ന് പറയാണ്. അതിന് അടുത്ത വാക്യം, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ. നമുക്ക് വരാം. ഇവിടെ പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറയുന്ന ഒരു കാര്യമല്ല ഇത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമില്ല. ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധ സ്ഥലമില്ല. എല്ലാം വിശുദ്ധ സ്ഥലമാണ്. അതിന് അതിപരിശുദ്ധ സ്ഥലമെന്നോ വിശുദ്ധ സ്ഥലമെന്നോ ആലയമെന്നോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇന്ന് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഇന്നിടം വിശുദ്ധ സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം ഉണ്ടെന്നോ അങ്ങനെ ഒരു വിശുദ്ധ സ്ഥലമോ ഒരു വിശുദ്ധ ജനമോ ഈ കാലഘട്ടത്തിൽ ഇല്ല. അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ. അത് വിശുദ്ധ സ്ഥാനമെന്നോ ഇത് വിശുദ്ധ ജനമെന്നോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അടിസ്ഥാനപരമായി തെറ്റായിട്ടുള്ള കാര്യമാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രനൊന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിശുദ്ധ ജനം എന്ന് പറയുന്ന ഒരു ജനമില്ല. ഈ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ഒരു വിശുദ്ധ സ്ഥലവുമില്ല, ഒരു വിശുദ്ധ ജനവുമില്ല. എല്ലാം വിശുദ്ധ സ്ഥലമാ. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 3:16 കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഈ കാലഘട്ടത്തിലെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അവിടെ ഒരു പ്രത്യേക ബിൽഡിംഗ് ഒരിടത്തും ഉലകത്തിന്റെ മേലെ ഇല്ല. ഒരു പ്രത്യേക ജാതി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ഇല്ല. ഇത് യഹൂദനോടുള്ള ബന്ധത്തിൽ പക്ഷെ കറക്റ്റാ. കാര്യം നാം ഇവിടുന്ന് ഈ ബ്രാക്കറ്റ് ക്ലോസ് ആയി നാം ഇവിടുന്ന് പോയി കഴിയുമ്പോൾ പിന്നെ യഹൂദന അവരെ യഥാസ്ഥാനപ്പെടുത്തുക.
അവരോടുള്ള ബന്ധത്തിൽ വിശുദ്ധ സ്ഥലമുണ്ട്, വിശുദ്ധ ജനമുണ്ട്. അവർക്ക് വേണ്ടി പണിയുന്ന അവരുടെ ആലയവും അവരുടെ വിശുദ്ധ സ്ഥലവും എല്ലാം ഉണ്ട്. അവരോടുള്ള ബന്ധത്തിൽ ഇത് വളരെ കറക്റ്റ്. ഇത് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലെറ്റ് മീ കം ബാക്ക് ടു മാത്യു അഗെയിൻ. മത്തായി 24 നമുക്ക് തിരിച്ചു വരാം. മത്തായി 24 തിരിച്ചു വരാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ അധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ദൈവസ്നേഹമുള്ള ആർക്കും മനസ്സിലാവും ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അടുത്ത വാക്യം കണ്ടില്ലയോ? അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. താങ്കളോട് ഏത് മലയിലാണ് താങ്കൾ ഓടിപ്പോകേണ്ടിയേ? ഏത് മലയിൽ ഓടിപ്പോകാനാ ഇത് താങ്കളോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ യെരൂശലേമിലെ മലയിൽ ഓടിപ്പോകാനാണോ? ഇതൊന്നും താങ്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. വീട്ടിലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കാതെ ഇറങ്ങരുത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുൻപായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് തന്റെ 12 ശിഷ്യന്മാരോട്, ആ 12 ഗോത്രങ്ങൾക്കും ന്യായം വിധിക്കേണ്ടവരോട് എങ്ങനെ വരും, ഏത് സമയത്ത് വരും, അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയുക. ഈ കാലഘട്ടത്തിൽ താങ്കൾ ഈ ഉലകത്തിലെ കാണത്തില്ല. താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഇവിടെ കാണും. ഇവിടുത്തെ ഈ കഷ്ടങ്ങളിൽ കൂടെ താങ്കൾ കടന്നു പോകും. അതിനുശേഷം നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. ഇവിടെ താങ്കൾക്ക് രക്ഷിക്കപ്പെടാനുള്ള ഒരു മാർഗവുമുള്ള ഒരു കാലഘട്ടമല്ല ഇത്. ഈ 21, 22 വാക്യം, സമയം പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 21, 22 വാക്യം. ലോക ആരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ലോക ആരംഭം മുതൽ ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടം അത് ഉണ്ടാകും. ഇത് കർത്താവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണമാണ്. 22 വാക്യം. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇത് ആ കാലഘട്ടത്തിൽ ഭയങ്കര കഷ്ടങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്ന ഒരു സമയമാണ്. വൃതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാരാ. അതിൽ അന്ത്യം വരെയും പിടിച്ചു നിൽക്കുന്ന 666 സ്വീകരിക്കാതെ എതിർ ക്രിസ്തുവിന്റെ ഭയങ്കര കഷ്ടപ്പാടുകൾ കൂടെ കടന്നു പോകുമ്പോഴും ആ വിശുദ്ധന്മാർ നിമിത്തം ആ കാലങ്ങളെ ദൈവം ചുരുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുത്തർ പോലും ഒരുത്തർ പോലും ബാക്കി നിൽക്കാത്ത രീതിയിൽ അതിഭയങ്കരമായ കഷ്ടം അവരുടെ നടുവിൽ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ് കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പുള്ള ട്രിബുലേഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണിത്. താങ്കളുടെ ഉൽപ്രാപണം നടക്കുവാനായിട്ട് ഇതൊന്നും നടക്കണമെന്ന് നിർബന്ധമില്ല. ഈ ഈ ഈ കഷ്ടങ്ങളല്ലെന്നുണ്ടെങ്കിൽ പത്രോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ കഷ്ടത്തെ കുറിച്ച്, കാര്യം അവർക്ക് അറിയാവുന്നത് ഈ കഷ്ടമാണ്. 1 പത്രോസ്, 2 പത്രോസ്, 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു ഭാഗം കാണിക്കാം. അവിടെ പറയാണ്, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. യെസ് ഇൻഡീഡ്, ഈ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അതുപോലുള്ള ഭയങ്കര കഷ്ടമാണ് ഇവിടെ നടക്കുന്നത്. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇതൊന്നും നമ്മുടെ ഉൽപ്രാവണത്തെ കുറിച്ചോ സഭയുടെ റാപ്ചറിനെ കുറിച്ചോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. സഭയുടെ റാപ്ചർ ഇന്ന് വേണമെങ്കിലും നടക്കാം, ഇന്ന് രാത്രി വേണമെങ്കിലും നടക്കാം. ഇതൊന്നും നിവൃത്തിയായിട്ടേ കർത്താവ് വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്, ഒരിക്കലും ചിന്തിക്കരുത്. അതല്ല ഇവിടെ പറയുന്നത്. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ഇവിടെ എല്ലാം കർത്താവ് അവരോട് പറയുന്നത്, ഇനി 24-ാമത്തെ വാക്യം കണ്ടില്ലയോ? കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിലും വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. സാത്താന് അവന്റെ എന്ത് ട്രിക്ക് ഉപയോഗിക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 അവന്റെ വാലുകൊണ്ട് ചുരുട്ടി വാരി എറിഞ്ഞ് അവന്റെ സൈന്യ സമേതം അവൻ ഭൂലോകത്തിൽ ഇറങ്ങി വന്നിരിക്കുക. ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ അവൻ ഊടാടി നടക്കുക. അവന്റെ ടാർഗറ്റ് മുഴുവൻ ഇവരാ. കാര്യം ഇവരാണ് ദൈവജനം. ഇവരെ രക്ഷിക്കുന്ന ഒരു പദ്ധതിയാ കർത്താവ് അവരെ പൊന്നൊരുക്കുന്നത് പോലെ തീയിൽ കൂടെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഉലകത്തിന് മുഴുവനും ദൈവം നാശം അയച്ചുകൊണ്ടിരിക്കുക. ഉലകം മുഴുവനും കത്തി അഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ടാർഗറ്റ് മുഴുവൻ അവരാ. ഇവിടെ കള്ള ക്രിസ്തുക്കൾ വരും. കാര്യം ഞാനാണ് ക്രിസ്തു, അന്ത്യകാലമായി ഈ സമയത്ത് ഞാനാണ് ക്രിസ്തു എന്ന് പറയുന്നത് ഒത്തിരി കർത്താവിന്റെ പേരെടുത്ത് വരും. കർത്താവ് വരുന്നതിന് മുമ്പും പലരും ഇതുപോലെ വന്നിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ കാലത്തിലും ചില ക്രിസ്തുക്കൾ അവിടെ ഉണ്ട്. അവരൊക്കെ മശിയാണെന്ന് പറഞ്ഞ് വന്നേക്കുന്നവരുണ്ട്. ഇവരിങ്ങനെ മശിയായെ കാത്തിരിക്കുക. മശിയ വന്നു പോയ വിവരമൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല, അവരത് വിശ്വസിച്ചിട്ടില്ല. കർത്താവിനെ ആരോ മോട്ടിച്ചുകൊണ്ട് പോയെന്നുള്ളൊരു കഥ വന്നിരിക്കുന്നത് കാരണം. അതുകൊണ്ട് അവർ ഇന്നും വിശ്വസിച്ചിട്ട് ഇതുപോലുള്ള പലരും വന്നുകൊണ്ടിരിക്കും, പല അത്ഭുതങ്ങൾ കാണിക്കും. ആകാശത്തിൽ നിന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്ന രീതിയിലുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. കള്ളപ്രവാചകന്മാര് നാളെ ഇന്നത് നടക്കുമെന്ന് പറയും, അതുപോലെ നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇന്നത് സംഭവിക്കും എന്ന് പറയും, അതുപോലെ സംഭവിക്കും. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ വരിക. കാര്യം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിശുദ്ധന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ ആ എയിം എന്ന് പറയുന്നത്.
അല്ലാതെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഇവർക്ക് വരുത്തുന്നതുകൊണ്ടൊന്നും സാത്താൻ ഒന്നും നേടാനില്ല. സാത്താന് ഇവരെ എല്ലാം തെറ്റിച്ച് കളയും. അതുകൊണ്ട് വൃതന്മാരെയും തെറ്റിപ്പാനായിട്ട് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇതിന്റെ 23 കണ്ടില്ലേ? അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെയൊന്നും അല്ല അവിടെയൊന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇതൊന്നും ഇന്ന് പറഞ്ഞേക്കുന്ന കാര്യമല്ല. ഇത് കൃപാ കാലഘട്ടമാണ്. നിങ്ങൾക്ക് എവിടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തല തിരിഞ്ഞു പോകും. ഇന്ന് അതാ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ ആത്മീയ നേതാക്കന്മാരൊക്കെ ഇത് പ്രസംഗിക്കുമ്പോൾ അവരുടെ അജ്ഞത ഓർത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാത്ത നിലയിലാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് കൈമാറുന്നത്. 24, 25 ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. യെസ്, അത് നടക്കാൻ പോകുന്ന കാര്യമാണ് കർത്താവ് പറയാം. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്, ഇതാ അവിടെ നിൽക്കുന്നു ഞങ്ങൾ ഇവിടെ കണ്ടു ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത്, ഞാൻ ഇതുവരെയും വന്നിട്ടില്ല. കർത്താവ് പറയാം വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അടുത്ത് പറയുക. 29 മുതൽ നോക്കി അവിടെ പറഞ്ഞു കണ്ടോ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും. കാര്യം ഈ 7 വർഷത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത് കർത്താവ് ഡിസൈൻ ചെയ്തേക്കുന്ന കഷ്ടകാലമായത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ്, ആ ട്രിബുലേഷൻ പീരീഡിന്റെ അവസാനത്തിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് ദോസ് ഡേയ്സ് ഷാൽ ദ സൺ ബി ഡാർക്കൻഡ് and the moon shall not give her light and the stars shall fall from heaven and the power of the heaven shall be shaken. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. അതാ കാലത്തിന്റെ അവസാനത്തിൽ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇതൊക്കെ നടക്കാൻ പോകുന്നു എന്ന് പറയുക. ഇതൊന്നും നമ്മുടെ രക്ഷയോടോ നമ്മളോടോ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. നാം ഇവിടെ കാണത്തുമില്ല ഇത് നടക്കുമ്പോൾ. ഇതിനു മുമ്പായിട്ട് റാപ്ചർ നടക്കും, നാം ചേർക്കപ്പെടും. നാം ചേർക്കപ്പെട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തെയാണ് ഈ അന്ത്യകാലം എന്ന് പറയുന്നത്. അന്ത്യകാലത്തിന്റെ അവസാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിന്റെ 30-ാമത്തെ വാക്യം പറയാം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട്. അന്ന് ഇവിടെയുള്ള ഗോത്രങ്ങൾ, ആ 12 ഗോത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവരോട് പറഞ്ഞ ഭൂമിയിലെ സകല ഗോത്രങ്ങളും, ഈ ഉലകം മുതൽ അങ്ങ് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് മുതൽ കാനഡ വരെയുള്ള കാര്യമായി പറയുന്നത്. അവരെല്ലാം ചിതറിക്കിടക്കുക, സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട്. അല്ല, യെരുശലേമിൽ മാത്രമല്ല, അവര് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവിടെ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ചായി പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടെ അയക്കും. ഈ ചിതറി പോയേക്കുന്നവരെ എല്ലാരെയും യഹൂദിയയിലും യെരുശലേമിലും ദൈവം കൂട്ടിച്ചേർക്കും. വിശുദ്ധന്മാരെ അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടി അയക്കും. അവർ അവന്റെ വൃതന്മാരെ, കാര്യം ദൈവത്തിന്റെ വിശുദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇതാണ് ചിതറിപ്പോയവരെ ദൈവം കൂട്ടിച്ചേർക്കുന്നത്. ഇവരോടാ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്. അതിൽ രക്ഷിക്കപ്പെട്ടവരെ ദൈവം ഇവിടെ കൂട്ടിച്ചേർക്കും. കാര്യം ദൈവം യെരുശലേമിൽ രാജാവായിട്ട് നീതിയോട് അതിനെ നിത്യം വാഴുവാൻ, സ്വർഗരാജ്യത്തിന്റെ വാഴ്ച 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടക്കാൻ പോവുക. ആ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവരെ കൂട്ടിച്ചേർക്കുന്ന കാര്യമാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഞാൻ എന്തിനാ ഈ വാക്യം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് യഹൂദനോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം വളരെ പരമാർത്ഥമാണ്. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇരുന്നുകൊണ്ട് വണ്ടറടിക്കുക, നിങ്ങൾ പേടിച്ച് തലയെ കൂടെ ബ്ലാങ്കറ്റ് ഇട്ട് പുതച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്യേണ്ട കാലമല്ല ഇത്. സത്യം മനസ്സിലാക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു അധ്യായം ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതിന്റെ ബന്ധത്തിൽ പുറമോട്ടൊന്ന് വായിച്ചു നോക്കണം. ഈ അധ്യായങ്ങൾ ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത് താങ്കളെ രക്ഷിക്കുന്ന കാര്യമോ അത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമോ. ഇതിന് ശേഷമുള്ള അധ്യായങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബുക്കുകളൊന്ന് വായണം. മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇത് എല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതിലല്ല താങ്കളുടെ രക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇനി അതല്ലല്ലോ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതിലാണ് രക്ഷ എന്നാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ലേ പാരമ്പര്യം അല്ലേ കുറെ കൂടെ ശരി. ഇന്നിപ്പോ താങ്കളെ പോലെ ഒരാൾ വന്ന് പറയുന്നതിലാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഞാൻ പറയുന്നതിൽ വിശ്വസിക്കേണ്ട. താങ്കൾക്ക് നമുക്ക് ഈ രക്ഷാ പദ്ധതി എന്താണെന്ന് അറിയാൻ വയ്യാത്ത കാലത്ത് ആരെങ്കിലും പറഞ്ഞു തന്ന പാരമ്പര്യത്തിലാണ് താങ്കൾക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അതിൽ വിശ്വസിക്കാം. ഇനി അതല്ല, താങ്കൾക്ക് എഴുത്തും വായനയും അറിയാൻ താങ്കളുടെ കയ്യിൽ എഴുതി തന്നിരിക്കുക, ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വായിക്കുന്നത് വിശ്വസിക്കണോ അതോ അപ്പച്ചന്മാര് പഠിപ്പിച്ചുകൊണ്ട് വന്ന പാരമ്പര്യത്തിൽ നിൽക്കണോ എന്നുള്ളത് താങ്കൾക്ക് തീരുമാനിക്കാം. താങ്കളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത് താങ്കളാണ്. ഇന്ന് തലയ്ക്ക് മീതെ ബോംബ് പറന്നുകൊണ്ടിരിക്കുക, മിസൈലുകൾ പറന്നുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്നാ ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്മുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. ഏത് സമയവും കാഹളം ധ്വനിക്കും.
ഇവിടുന്ന് പോകാനുള്ള അവസാനത്തെ കോളായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ. സത്യത്തിൽ എന്താണ് ദൈവിക പദ്ധതി? ക്രിസ്ത്യാനിറ്റി എന്താണ്? ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പുസ്തകങ്ങൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് തന്നിരിക്കുന്നതും ദൈവിക അനുഗ്രഹീതമായ ദൈവിക ശുശ്രൂഷയുടെ അക്കൗണ്ടുകൾ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങളൊന്നൊഴികെ ഇത് താങ്കളുടെ രക്ഷാപദ്ധതി പറഞ്ഞിരിക്കുന്ന പുസ്തകമല്ല. അത് റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ പുസ്തകം വരെ, ലേഖനം വരെയാണ്. അതുകൊണ്ട് ആ റോമാലേഖനത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻ എന്ന് പറയാൻ കാര്യം. അത് മനസ്സിലായില്ലെങ്കിൽ ക്രൂശ് എന്താണ്, ക്രൂശിന്റെ മഹത്വം എന്താണ്, ക്രൂശിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് എന്താണെന്ന് താങ്കൾ അറിയാതെ പോകും, താങ്കൾ കൈവിടപ്പെട്ടു പോകും. കർത്താവ് താങ്കളുടെ കണ്ണുകൾ തുറക്കട്ടെ, സത്യം മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ അന്ത്യകാലത്ത് അനേകരെ ഈ സത്യസുവിശേഷത്തിലേക്ക് നയിക്കുവാൻ ദൈവം അനേകരെ ഒരുക്കട്ടെ, ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മറനാഥ.